മറ്റാരുണ്ട് LDF അല്ലാതെ? തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെല്ലാവരും കേരളം ഒന്നാകെ നോക്കിയിരിക്കുന്ന മണ്ഡലം. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ട് കേരളത്തെ അതിശയിപ്പിച്ച മണ്ഡലമാണ്. മാത്രമല്ല ചർച്ച ചെയ്ത മണ്ഡലമാണ്. പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതെ. BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് പ്രഖ്യാപിച്ചത് ഒരു മണ്ഡലം. നേമത്ത് സ്ഥാനാർത്ഥികൾ LDF V ശിവൻകുട്ടി, UDF K ശബരിനാഥൻ, NDA രാജീവ് ചന്ദ്രശേഖർ. ഒപ്പത്തിനൊപ്പം പോരാട്ടം നടക്കുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ പോയി ഇറങ്ങുമ്പോൾ ചൂടറിയാം. നമ്മളെ ആ അമ്പലത്തറ ഭാഗത്തൊക്കെ പോയിട്ട് രാവിലത്തെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ആ ചൂട് കൃത്യം ആ പൾസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഒടുവിൽ ശബരിനാഥ് കൂടി കളം നിറയുമ്പോ എന്തും സംഭവിക്കാവുന്ന ഒരു സർക്കാരിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന 2 വകുപ്പുകൾ, ഒന്ന് ആരോഗ്യം, 2 വിദ്യാഭ്യാസം. അതിൽ വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയായിരുന്ന ആ വിദ്യാഭ്യാസത്തിനെതിരെ ഒരു തരത്തിലുള്ള പരാതിയുമില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വേദിയിലിരുത്തി വിദ്യാഭ്യാസ മന്ത്രിയെ അഭിനന്ദിച്ച മണ്ഡലം. ഞാൻ പറഞ്ഞു അത് എല്ലാ ഭാഗത്തും. നിങ്ങൾ ഈ വിദ്യാഭ്യാസവുമായി വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടി നോക്കിയാലും എല്ലാം ഗംഭീര വിജയമായിരിക്കും. അതിനുള്ള ഉത്തരം V ശിവൻകുട്ടി അഭിമുഖത്തിൽ പറഞ്ഞു. നിങ്ങളാരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ SFI ആയിരുന്ന സമയത്ത് പോരാടി എല്ലാ വിഷയങ്ങളിലും നിലപാടെടുക്കാൻ എനിക്ക് 2 ആലോചിക്കേണ്ടി വരില്ല എന്നാണ്. പാഠപുസ്തകം കിട്ടാത്തതിന്റെ പേരിൽ, യുവജനോത്സവം കൃത്യസമയത്ത് നടക്കാത്തതിന്റെ പേരിൽ, റിസൾട്ട് വരാത്തതിന്റെ പേരിലൊക്കെ ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. എന്റെ കാലയളവിൽ അത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അത് ശിവൻകുട്ടിയുടെ പ്രൊഫൈലും അദ്ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും 5 വർഷമാണ്. അതാണ് തിരുവനന്തപുരത്തുകാർക്ക് ശിവൻകുട്ടി അണ്ണൻ. അണ്ണൻ ജയിക്കും. അല്ല, ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ നമ്മൾ നിയമത്തെ കുറിച്ച് ടൈറ്റ് മത്സരം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ മാത്രമല്ലല്ലോ കോൺസെൻട്രേറ്റ്. അല്ല, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം കൈസ്പർശം ഏൽക്കാത്ത ഒരു മണ്ണുമില്ല. കലോത്സവം നടന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം വേദിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത്തിരി ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേര് വന്നു. അന്ന് വയനാട്ടിൽ നിന്ന് കുട്ടികൾ വന്നു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നു. അവരോടൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്കൊരു അലിവ് തോന്നിയ ഒരു നിമിഷം എന്നറിയോ? കലോത്സവ വേദി ഒരു കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ തീരുമാനം എടുക്കണമെങ്കിൽ സാധാരണ ആൾക്കാർ മടിക്കും. അതായത് ഉദ്യോഗസ്ഥന്മാർ പറയും സാറേ അത് കുഴപ്പമാകും കേട്ടോ എന്ന് പറയും. ശിവൻകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആ കുഴപ്പമായിക്കോട്ടെ, ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ തീരുമാനം ഇടും. അല്ല, അദ്ദേഹത്തിന് എനിക്കൊരു അനുഭവമുണ്ട്. നമ്മുടെ അടുത്തൊരു സ്കൂളിൽ പിന്നെ ഒരു PT അവിടെ PT ഭാഷ വെക്കാൻ കഴിയത്തില്ല. അപ്പം പുറത്തുനിന്ന് ഒരു PT കാരണം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അപ്പം തന്നെ കാണിച്ച് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് തീരുമാനമാണ്. പിന്നെ അത് ചോദ്യം ഉത്തരവൊന്നുമല്ല. ശബരിനാഥ് മത്സരിക്കാൻ വരുന്നത് ശബരിനാഥ് അതേപോലെ പോപ്പുലർ ആണ്. കൗൺസിൽ വിജയിച്ചത് നേരിയ മാർജിൻ. ചന്ദ്രശേഖരനെ നിസ്സാരമായി കാണാൻ ശബരിനാഥ് വോട്ട് പിടിക്കുമോ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബിസിനസ്മാനെ BJP കേരളത്തിൽ അധ്യക്ഷനാക്കിയത് തന്നെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ചെയ്യരുത്. 23 ദിവസം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്തുണ്ടാക്കിയ ഒരു BJP നേതാവാണ്. ഒരു ആളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് അവിടുത്തെ മണ്ഡലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, കേരളത്തിൽ മുഴുവൻ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ശരി, അപ്പൊ നമുക്ക് ട്രെൻഡ് നോക്കാം. ട്രെൻഡ് നിയമമാർക്കൊപ്പം 2 പേരാണ്. നിയമം ആ ഒരു അതുകൂടി പ്രേക്ഷകരോട് പറയാം. അവസാന നിമിഷം ശബരിനാഥ് വന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന TT പ്രവീണിന്റെ സ്ഥാനാർത്ഥിത്വം ആ മണ്ഡലത്തിലും ചെറിയ ഇമ്പാക്ട്. അത് മാത്രമല്ല സാറേ, ഈ ശബരിനാഥിനെ പറ്റി നായരോട്ട് പിടിക്കുന്ന വോട്ട് നായർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ ഈസി വാക്കോവറായിരിക്കും നിയമത്ത്. പിന്നെ